മീററ്റിലെ ക്ലോക്ക് ടവറിന്റെ മൂലയിൽ പൊള്ളുന്ന വെയിലിൽ ഒരു കൂട്ടം ആളുകൾ ബിജെപിയുടെ കൊടികൾ വീശുകയാണ്. പാർട്ടിക്ക് വേണ്ടി വോട്ട് തേടുകയാണവർ. പുറത്തെ ബഹളവും ഘോഷയാത്രയും കണ്ട് സമീപത്തെ നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് ഒരു കൂട്ടം തൊഴിലാളികൾ പുറത്തിറങ്ങി. ആൾക്കൂട്ടത്തെ കണ്ടയുടൻ മുസമ്മിൽ അബ്ബാസ് എന്ന കൗമാരക്കാരൻ തിരിഞ്ഞു നടന്നു. ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് മുസമ്മിൽ അബ്ബാസ് പറഞ്ഞു. യുപിയിലെ സമീപകാല രാഷ്ട്രീയ സംഭവങ്ങൾ ആ കൗമാരക്കാരനെയും മാറ്റിയിരിക്കുന്നു. പടിഞ്ഞാറൻ യുപിയിലെ 8 സീറ്റുകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ഈ 8 എണ്ണത്തിൽ 5ഉം കഴിഞ്ഞ തവണ ബിജെപിക്ക് നഷ്ടമായ മണ്ഡലങ്ങളാണ്. പ്രദേശത്ത് എസ്-പിയും ബി-എസ്-പിയും ഉൾപ്പെട്ട സഖ്യം നേട്ടം കൊയ്തു. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സഹാറൻപൂർ, നാഗിന, ബിജ്നോർ, കൈരാന, പിലിഭിത്ത്, രാംപൂർ, മുറാദാബാദ്, മുസാഫർനഗർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ജനസംഖ്യ 35% കൂടുതലാണ്. യുപിയിൽ ഏറ്റവും വീറുള്ള പ്രചാരണമാണ് പടിഞ്ഞാറൻ യുപിയിൽ നടക്കുന്നത്. എന്നാൽ അപ്പോഴും ചർച്ചയാകുന്നത് യുപി മുസ്ലിങ്ങളുടെ വാചാലമായ മൗനമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ റാലികളാകട്ടെ, സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങളും പോസ്റ്ററുകളുമാകട്ടെ, ഉൾഗ്രാമങ്ങളിലെ ചർച്ചകളാകട്ടെ, മുസ്ലിം വോട്ടർമാരുടെ ഉച്ചത്തിലുള്ള മൗനം എല്ലായിടത്തും പ്രകടമാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളെക്കുറിച്ച് തെരുവിൽ ചർച്ചകൾ നടക്കുന്നില്ലെന്ന് അലിഗഡിലെ ടെക്കിയായ കമ്രാൻ പറഞ്ഞു. ദയുബന്ദ് പോലുള്ള വൻ ന്യൂനപക്ഷ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ പോലും മുസ്ലിം വോട്ടർമാർ ചർച്ചയല്ല. ഞങ്ങളുടെ മനോവീര്യം കുറവാണെന്നാണ് കമ്രാൻ പറയുന്നത്. തീർച്ചയായും ഭീതിയുണ്ട്. ചർച്ചകളും സംസാരവും തെറ്റായി വ്യാഖ്യാനിച്ച് പോലീസിൽ പരാതിയെത്തുമെന്ന് ആർക്കറിയാം? ഞങ്ങൾ എപ്പോഴും ആശങ്കാകുലരാണ്, ജാഗരൂകരാണ്, കമ്രാൻ വിശദമാക്കുന്നുണ്ട്. യുപിയിലെ മുസ്ലിങ്ങൾ മൗനം പാലിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഷാംലിയിലും ബാഗ്പത്തിലും ആഗ്രയിലും മറ്റെവിടെയും പോയി നോക്കൂ, ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടതായി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കമ്രാൻ പ്രതികരിച്ചു. അനാവശ്യ ശ്രദ്ധ ആകർഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിങ്ങൾ തങ്ങളുടെ മുഖമായിരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നുമില്ല. ബഹളമുണ്ടാക്കാതെ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. 39 ദശലക്ഷമാണ് യുപിയിലെ മുസ്ലിം ജനസംഖ്യ. അതാകട്ടെ സംസ്ഥാനത്തെ മൊത്തം ജനങ്ങളുടെ 20% വരും. സംസ്ഥാനം ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിൽ നിന്ന് നിരന്തരം നീതി നിഷേധം ഉണ്ടാകുന്നുവെന്നും ഔദ്യോഗിക സംവിധാനങ്ങൾ തങ്ങളെ ലക്ഷ്യം വെക്കുന്നുവെന്നുമുള്ള പരാതി സമുദായത്തിനുണ്ടെങ്കിലും അവർ വാചാലമായ മൗനത്തിലാണ്. തെരഞ്ഞെടുപ്പിൽ ബി-എസ്-പി മാത്രമാണ് മതിയായ പ്രാതിനിധ്യം നൽകിയതെങ്കിലും അത്തരത്തിലുള്ള പരാതിയും അവർ പരസ്യമായി ഉന്നയിച്ചിട്ടില്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിഷയങ്ങൾ വലിയ തോതിലാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, ആത്തിഖ് അഹമ്മദിനെയും സഹോദരനെയും പോലീസിന് മുൻപിലിട്ട് കൊലപ്പെടുത്തിയത്, ബുൾഡോസർ രാജ്, വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ, മദ്രസകൾ അടച്ചുപൂട്ടുന്നത്, സഹപാഠികളെ കൊണ്ട് മുസ്ലിം ബാലനെ അടിപ്പിച്ചത്, മതപരിവർത്തന നിയമത്തിന്റെ പേരുള്ള നടപടികൾ എന്നിങ്ങനെ വിഷയങ്ങൾ മുമ്പെങ്കുമില്ലാത്ത വിധം ഇക്കുറി കൂടുതലുണ്ടെങ്കിലും അവയൊന്നും അന്തരീക്ഷത്തിലില്ല. ഒരർത്ഥത്തിൽ മുസ്ലിങ്ങൾ വായ് മൂടിക്കെട്ടിയിരിക്കുകയാണെന്ന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയായ സൽമാൻ ഖൗരി പറഞ്ഞു. ആരാണ് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നത്? നമുക്കിടയിലെ പല കാര്യങ്ങളും സംസാരിച്ച് അനാവശ്യമായി റിസ്ക് എടുക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതിനപ്പുറം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിനർത്ഥം ഇതിനകം തന്നെ ശക്തരായ ബിജെപിക്ക് ഒരു സജ്ജമായ വിജയം കൈമാറുക എന്നതാണെന്നും സൽമാൻ പറഞ്ഞു. അതേസമയം പള്ളികളിലും മദ്രസകളിലും വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് തുടരുമെന്ന് മുഫ്തി അർഷാദ് ഫാറൂഖി പറഞ്ഞു. ഇത് വികസനത്തിന്റെ കാര്യമല്ലെന്നും നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റിസ്വി പറഞ്ഞു. മുസ്ലിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം വിശദമാക്കി. മുസ്ലിങ്ങളുടെ ഈ മനസ്സ് പിടികിട്ടാത്തത് രാഷ്ട്രീയ പാർട്ടികളെയും ആശങ്കയിലാക്കുന്നുവെന്നതാണ് വാസ്തവം.